Hi, hello and welcome back to our channel, My Cooking Stories. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ സ്ലൈഡേഴ്സ് ആണ്. ചിക്കൻ സ്ലൈഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിനൊരു സാൻഡ്വിച്ചിൻ്റെ അല്ലെങ്കിൽ ഒരു ചിക്കൻ ബർഗറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ആദ്യം ബണ്ണ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം 2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ഈസ്റ്റ്, ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്, പിന്നെ 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ, ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു മാവ് പരുവത്തിൽ കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു വാം വാട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാൽപ്പൊടിക്ക് പകരം പാലും വേണം യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ടിത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊരു മാവ് പോലെ കുഴച്ചെടുക്കാം. ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് സ്റ്റിക്കി ആയിട്ട് തോന്നും, പക്ഷേ കുഴപ്പമില്ല, അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും റെഡിയാവും. ഇനി നമുക്കിത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് ഒരു മണിക്കൂറിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുമുണ്ട്. ഇനി ഇതൊന്നും കൂടി നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ 6 ബണ്ണാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിപ്പം നിങ്ങൾ ഏത് പാത്രമാണോ അതിന് യൂസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് ബണ്ണിൻ്റെ വലിപ്പവും അതുപോലെ എണ്ണവും നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലോ ബട്ടറോ ഒന്ന് തടവി കൊടുക്കാം. എന്നിട്ട് ഈ ബണ്ണ് ഓരോന്നായിട്ട് നമുക്കിതുപോലെ വെച്ച് കവർ ചെയ്യാം. എന്നിട്ട് ഒരു 10 മിനിറ്റും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇത് ഓവനില്ലാതെയാണ് ബേക്ക് ചെയ്യുന്നത്. ഇതുപോലൊരു പാത്രത്തിൽ നമുക്ക് ഈ ബേക്കിംഗ് ട്രേ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തിട്ടെടുക്കാം. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 30 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം അത്ര ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ടാവില്ല, പക്ഷേ ഇതിൻ്റെ അടിയത്തെ ഭാഗം നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ടാവും. ഇനി നമുക്കിതൊരു കത്തി കൊണ്ട് ഇതുപോലെ 2 ഭാഗമായിട്ട് കട്ട് ചെയ്യാം. ഒരു ഈക്വൽ പോർഷനായിട്ട് തന്നെ കട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ഫില്ലിങ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു സവോള ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഈ സവോള ഒന്ന് കളറ് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് 2 പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫില്ലിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കനാണ് ആഡ് ചെയ്യുന്നത്. ഇത് ഞാൻ കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ഇട്ട് വേവിച്ചിട്ട് ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്ത ചിക്കനാണിത്. ചിക്കൻ ഇട്ടതിന് ശേഷം 1 ടീസ്പൂൺ സോയ സോസും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മയണീസാണ് ആഡ് ചെയ്യുന്നത്. മയണീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഇടാം. ഞാനിപ്പോൾ ഇതൊരു 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിട്ട ശേഷം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബണ്ണിൻ്റെ ആ ഒരു ബേസിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ്റെ ഫില്ലിങ്ങും വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി കുറച്ച് ചീസും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ മൊസറല്ല ചീസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ചീസ് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ആ ബണ്ണിൻ്റെ മുകൾ ഭാഗം കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഈ ബണ്ണിൻ്റെ മുകൾ ഭാഗത്ത് ഞാനൊരു എഗ് വൈറ്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മളിത് ബേക്കായിട്ട് വരുമ്പം നല്ല ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 180 ഡിഗ്രിയിൽ നമുക്കൊരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇത് ഞാൻ ബേക്ക് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് എള്ളും കൂടി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതത് ബേക്ക് ചെയ്തതിന് ശേഷം ഞാനത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ ബണ്ണൊക്കെ നന്നായിട്ട് ബേക്കായിട്ടും നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അല്ലേ, ഈ ബണ്ണൊക്കെ നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ ഈ ചിക്കൻ്റെ ഫില്ലിങ്ങും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. കാരണം ആ മയണീസും ടൊമാറ്റോ സോസും ചിക്കനൊക്കെ വരുമ്പം നല്ലൊരു ടേസ്റ്റാണ് അതിന്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്